ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ വിളിച്ചോടി പോകുന്നത് വിൻ ബ്രേക്കർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 അതിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ഭയങ്കര അധികം വെയിറ്റ് കാണുന്നത് എനിക്കറിയാം. സോ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ രാവിലെ 2 വീഡിയോ ആണ്, ഇപ്പോൾ വൈകിട്ടാണ് വരുന്നത്. കുറച്ച് ബിസി ഒക്കെ ആയിപ്പോയി ഗൈസ്. എന്തോ ചെയ്യാൻ മാത്രമാണ് വീഡിയോ വരാൻ വേണ്ടി ലേറ്റ് ആയി പോയത്. സോ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊക്കെ ചെയ്താൽ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നില്ല. എപ്പിസോഡ് തുടക്കത്തിന് കാണിക്കുന്നത് നമ്മുടെ കൈജി ആണെങ്കിൽ കെല്ലി ഗ്യാങ്ങിന്റെ ലീഡറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. സോ ഇത് കണ്ട കെല്ലി ഗ്യാങ്ങിന്റെ ലീഡർ പറയുകയാണ്, ആ കൈജി വാ ഞാൻ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇതേപോലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അത് മാത്രമല്ല, ഹേ കൈജി, നീ നേരത്തെ ഒരുത്തനെ അടിച്ചില്ലേ? നീ ഒന്ന് അവനെ അടിച്ച സമയത്ത് തന്നെ നീ പറഞ്ഞതുപോലെ തന്നെ അവൻ കേട്ടു. പക്ഷേ ഞാൻ അതുപോലല്ലായിരിക്കും കേട്ടോ. ഞാൻ നിന്റെ ഫസ്റ്റ് ഇയേഴ്സിന്റെ പിള്ളേരെ പോലുള്ളായിരിക്കും. നീ എന്നെ അടിച്ച ഉടനെ ഞാൻ നീ പറയുന്നത് പോലെ കേൾക്കത്തില്ല. അവനെ അടിച്ചില്ലേ, അതാണ് വയലൻസ്. ആ വയലൻസ് വളരെയധികം രസം. വയലൻസ് ചെയ്യുമ്പോൾ ആ പറ്റുള്ള ഒരാളിന് വരുന്ന ഒരു ഫിയർ ഉണ്ടല്ലോ മോനെ, ആ ഫിയർ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ്. വയലൻസ് ഈ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള വയലൻസ്. നിനക്ക് വേറൊരു തരത്തിലുള്ള വയലൻസ്, എനിക്ക് വേറൊരു തരത്തിലുള്ള വയലൻസ്. നിനക്ക് വയലൻസിനെക്കാട്ടി പ്രധാനം സിറ്റിയിലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ. ഞാൻ ഈ കാര്യം അങ്ങ് മറന്നുപോയി എന്ന് നമ്മുടെ കെല്ലി ഗ്യാങ് ലീഡർ പറയുകയാണ്. നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. അഥവാ ഞാൻ നിന്നെ ഫൈറ്റിൽ തോൽപ്പിച്ച നീ കെല്ലി ഗ്യാങ്ങിൽ വന്ന് പേരാണ് നട്ടോറിഷ്. എനിക്ക് വളരെയധികം ഫണ്ണാകുന്നു. പെട്ടെന്ന് തന്നെ ഫൈറ്റിൽ വാ, അല്ലെങ്കിൽ എൻ്റെ ഫണ്ണ് പോയാടാ. ഇത്ര നേരം ഞാൻ മിണ്ടാതിരുന്നത് അതെൻ്റെ മര്യാദ മാത്രമാണ്. ഇപ്പൊ കിടന്ന് ചെലച്ചേൻ്റെ ഉള്ള മറുപടി ഉണ്ടല്ലോ, അതെൻ്റെ കൈ സംസാരിച്ചോളും. നിനക്ക് എന്നെ കുറിച്ചും അറിയത്തില്ല, അതുപോലെ തന്നെ ഫ്യൂറിനെ കുറിച്ചും അറിയത്തില്ല. തന്നെ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സാക്കുറയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് കണ്ട് നല്ല രീതിയിൽ തന്നെ അവൻ പേടിക്കുന്നുണ്ട്. കാരണം ഇത്ര നേരം നിന്ന സാക്കുറയല്ല അവിടെ നിൽക്കുന്നത്. സോ ഇത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ബാക്കിയുള്ളവരെ സാക്കുറയോട് അടിക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കുകയാണ്. ബാക്കിയുള്ളവർക്കും വളരെയധികം പേടിയാണ് ഇപ്പൊ സാക്കുറയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്. എന്നാലും അവർ പിന്നെ വന്നിട്ട് സാക്കുറയെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ സാക്കുറ അവരെ എല്ലാത്തിനെയും വളരെയധികം ഈസി ആയിട്ട് തന്നെ അടിച്ച് തറയിലിടുകയാണ്. സോ ഇത് കണ്ട് സാക്കുറയോട് ഫൈറ്റ് ചെയ്യുന്നവൻ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവനും വന്നൊരു പഞ്ച് കൊടുക്കുന്നുണ്ട് സാക്കുറ. പിന്നീട് സാക്കുറയോടെ വന്നൊരുത്തൻ നല്ല രീതിയിൽ തന്നെ അടി മേടിക്കുന്നുണ്ട്. സോ അവൻ്റെ ഇതെല്ലാം തടുത്തിട്ട് അവൻ പറയുകയാണ്, അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ഓരോ ആൾക്കാർ ഓരോ രീതിയിൽ പവർഫുൾ. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള ബോഡിയാണുള്ളത്. അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള ശക്തി തന്നെ. എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാവോ, എനിക്ക് നല്ല ബോഡിയുണ്ട്. നീ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഞാൻ വീക്കാണെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കെല്ലി ഗ്യാങ്ങിലെ അവനാണെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാര്യം അറിയാവോ, നിന്റെ ദേഷ്യമാണ് നിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. ബോറടിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കെല്ലി ഗ്യാങ്ങിലെ അവനാണെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ കയ്യിലുള്ള പ്ലാങ്ക് വെച്ചിട്ട് സുസിത്തേനെ കുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഈസി ആയിട്ട് തന്നെ ഡോഡ്ജ് ചെയ്യുന്നു. സോ അത് ഡോഡ്ജ് ചെയ്ത സമയത്ത് തന്നെ അവനാണെങ്കിൽ ഇവന്റെ വയറ്റത്തിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. നമ്മുടെ സുസിത്ത അവന്റെ കാലിലോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അവിടെ വെച്ച് സീൻ കട്ടാകുകയാണ്. ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ബോഡി ഉണ്ടെങ്കിലും എൻ്റെ ബോഡി എല്ലാ കാര്യത്തിനും തയ്യാറായിട്ട് തന്നെ ഇരിക്കും പറഞ്ഞിട്ട് അടിക്കാൻ വന്ന കെല്ലി ഗ്യാങ്ങിലെ അവന്റെ കൈ പിടിച്ച് തിരിച്ച് താറയിലേക്ക് വലിച്ചടിക്കുകയാണ്. ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുവാടാ, ഇനിയാണാ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നു. അവന്റെ കാലെ പിടിച്ച് വലിച്ച് തറയിലടിക്കുകയാണ് നമ്മുടെ സുശിസ്ത. ശരിയാടാ, എൻ്റെ ദേഷ്യം തന്നെയാണ് വീക്ക്നെസ്. പക്ഷെ ആ വീക്ക്നെസ് എൻ്റെ ദേഹത്ത് ഒത്തിരി ഒന്നും ഏൽക്കത്തില്ല. ആ വീക്ക്നെസ് ഉണ്ടെങ്കിലും ഞാൻ നിന്നെ തോപ്പിക്കുക. കളിക്കാൻ പോകുന്നത് രണ്ടുപേരുടെ ഫൈറ്റ് കൊണ്ട് ഒന്നിച്ചാണ്. സോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പ്ലാങ്ക് വെച്ച് അടിക്കാൻ അമ്മ കൈ വെച്ച് തടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സുസിച്ചതോടെ ഫൈറ്റ് ചെയ്തവന്റെ കാല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതോടെ തന്നെ അവൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പുറത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നവന്റെ മണ്ടക്കത്തേക്ക് മറ്റവൻ ചാടുന്നു. അന്നേരം തന്നെ നമ്മുടെ സുസിത്തയുമാണെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി ചാടുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരെയും അടിച്ച് തറയിലിടുകയാണ്. നീയൊക്കെ പറഞ്ഞതിൻ്റെ അത്രയൊന്നും നീയൊന്നും ഇല്ല, നീയൊക്കെ വളരെയധികം വീക്കാണ്, എന്നാലും നീയൊക്കെ കുറച്ച് പവർഫുൾ ഒക്കെ ആണ്. കൊച്ചു പെണ്ണെ, നീ എങ്ങനെയായിരിക്കും എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മുടെ കെല്ലി ഗ്യാങ്ങിൻ്റെ അതിലെ ഒരുത്തൻ പറയുകയാണ്. കിരിയോ പറയുകയാണ്, ഹേ സ്റ്റുപ്പിഡ് സ്ട്രോങ്, നീ എങ്ങനെയാണ് എൻ്റെ കൂടെ പെരുമാറാൻ പോകുന്നത് അതുപോലെ ആയിരിക്കും ഞാനും നിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി. വീക്കായിട്ടുള്ളവരാരും ഈ ലോകത്ത് ജീവിക്കേണ്ടിവരല്ലെന്ന് പറഞ്ഞിട്ട് കിരിയോനെ അടിക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ നീ എന്നെ ഒന്ന് കൊന്നു കാണിക്കാനും അവൻ പറയുന്നുണ്ട്. കാര്യം അറിയാവോ, വീക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുടെ കീഴിലായിരിക്കും ഉള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും മേളിൽ തന്നെ ആയിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും വീക്കായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചെയ്യുന്നത്. തന്നെ വീക്കായിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അന്നേരം തന്നെ നമ്മുടെ കീരുവിന് ഒരു അടി കിട്ടുന്നുണ്ട്. സോ നമ്മുടെ കീരു കുറച്ച് പുറമോട്ട് പോകുന്നുണ്ട്. തന്നെ അവന്റെ ഓവർകോട്ടിലെ പൊടിയെല്ലാം തട്ടി മാറ്റിയിട്ട് അവൻ വീണ്ടും കയറ്റി ഇടുകയാണ്. നമ്മുടെ കീരു പറയുകയാണ്, എനിക്കൊരു കാര്യം അറിയാവോ,
എനിക്ക് നിന്നെ പോലുള്ള ആൾക്കാരെയും നിന്നെ പോലെ സംസാരിക്കുന്ന ആൾക്കാരെയും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് മാത്രമല്ല, നീ നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു ഗേൾ ആണെന്ന്. എന്നാൽ ഞാനൊരു ഗേൾ ആണെങ്കിൽ നിന്നെ പോലുള്ള ഒരുത്തിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. കാരണം നീ ഒരു പൊട്ടനാണ്. ഇത് കേൾക്കാൻ നേരത്ത് കെല്ലി ഗ്യാങ്ങിലെ അവന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടായിട്ടുള്ള ആൾക്കാർ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അനുസരിക്കുന്നതെന്ന് നീ പറഞ്ഞില്ലേ? അതുകൊണ്ട് നീ ഒരു വീക്കായിട്ടുള്ള ഒരാളാണോ? അതുകൊണ്ടാണോ നിന്റെ ലീഡർ പറയുന്നത് നീ കേൾക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടുടനെ തന്നെ അവന് ഒരുപാട് ദേഷ്യം വന്നിട്ട് എടാ മണ്ട ചാവട എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അത് അവൻ വളരെയധികം ഈസിയായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്യുന്നു. കാര്യം പറഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ട് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയും, സത്യം പറഞ്ഞാൽ നീ ഒരു ഷോർട്ട് മൈൻഡഡാണ്. അതുമാത്രമല്ല, നീ ഒരു ചൊറിയൻ തവളെ പോലാണ്. നിന്നെപ്പോലുള്ള ആൾക്കാരെ ഒരിക്കലും ഗേൾസിന് ഇഷ്ടപ്പെടത്തില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന അവനാണെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും നമ്മുടെ കീരി ആണെങ്കിൽ ഒരു കൈ യൂസ് ചെയ്ത് അവൻ്റെ ദേഹത്ത് ഒരു പഞ്ച് കൊടുക്കും. എന്നാൽ അവൻ്റെ ശരീരത്ത് ഒന്നും സാധിക്കത്തില്ല. കുറച്ചു നേരം കഴിയാൻ നേരത്തെ തലയിറക്കം പോലെ വന്നിട്ട് അവൻ തറയിലേക്ക് വീഴുകയാണ്. നിനക്കൊരു കാര്യം അറിയാവോ? നിനക്ക് ഈ സംഭവം ഒന്നും ചെയ്ത് ഗേൾസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അത്യാവശ്യം പവർഫുൾ ഒക്കെയാണ്, പക്ഷെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എനിക്ക് നിന്നെ ഫൈനലായിട്ട് എനിക്കൊരു അടി അടിച്ച് നിന്റെ ബോധം കെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തതിനിടെ നീ വീണ്ടും കയറി വരും. നിന്റെ ശ്രദ്ധ എവിടാടാ ഉള്ളത്? നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് അന്നേരം തന്നെ സെക്കൻഡ് ഇയേഴ്സിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കെല്ലി ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാത്തിനും അടിച്ചിടുകയാണ്. വളരെയധികം സൂപ്പറാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള മിക്കുള്ള കെല്ലി ഗ്യാങ് മെമ്പേഴ്സിനെ അടിച്ച് തറവിനെ അടിക്കാൻ പോയ സമയത്ത് തന്നെ നമ്മുടെ സാക്കുറ വന്നവനെ തടുത്ത് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. നീ ഒരു ലൈഫ് സേവർ തന്നെയാണ് സാക്കുറ. തന്നെ ഫ്യൂറിൻ സ്കൂളിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയേഴ്സിലുള്ള മിക്ക ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ എല്ലാവരും എംകോ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കെല്ലി ഗ്യാങ്ങിൽ കുറച്ച് മെമ്പേഴ്സും കൂടെ ഉണ്ട്. അവരെ എല്ലാത്തിനെയും നിങ്ങൾ ഡിഫീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ കാണും എന്ന് നമ്മുടെ സാക്കുറ അവരോട് പറയും. മാത്രമല്ല, നിങ്ങൾ ഫൈറ്റിൽ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കണം. നമ്മളൊരു ടീമാണ്, ബാ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സമയത്തായിരുന്നു സാക്കുറ അടുത്തേക്ക് ഒരാൾ തെറിച്ചു വരുന്നത് കാണുന്നത്. അവൻ്റെ പുറകെ നമ്മുടെ കുറച്ച് ബ്രേക്ക് ഇതാ. എനിക്ക് നിന്റെ കണ്ണ് കാണുന്ന സമയത്ത് എനിക്ക് നിന്നെ കൊല്ലാൻ തോന്നുവാന്ന് പറഞ്ഞിട്ട് കെല്ലി ഗ്യാങ്ങിനകത്തിൽ അവൻ ഹയാട്ടോനെ അടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ നമ്മുടെ ഹയാട്ടോ അവനെ അടിച്ച് തറയിലിടുകയാണ്. പോകുന്നുണ്ടെങ്കിലും വീണ്ടും നമ്മുടെ ഹയാട്ടോ അവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ സാക്കുറ അവനെ അതിൽ നിന്ന് തടുക്കുകയാണ്. മതി, നീ എപ്പോഴാടാ ഇങ്ങനെ തൊട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്ന് നമ്മുടെ ഹയാട്ടോ ചോദിക്കുന്നു. വീക്കായിട്ടുള്ള ആൾക്കാരെ നമ്മളെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ അടിച്ചാൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. നീ ഇപ്പൊ ചെയ്തതുപോലെ തന്നെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇനി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് നമ്മുടെ ഹയാട്ടോനോട് സാക്കുറ വളരെയധികം സീരിയസ് ആയിട്ട് പറയുന്നു. ഇത് കേട്ട ഹയാട്ടോ ആണെങ്കിൽ സാക്കുറയുടെ കൈ അവന്റെ ദേഹത്ത് നിന്ന് തട്ടി മാറ്റുകയാണ്. നമ്മുടെ ഹയാട്ടോ പറയുകയാണ്, ഓക്കെ സാക്കുറ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇനിയും തൊട്ട് ചെയ്തോളാം. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഇവിടെ നിന്ന് സമയം കളയാതെ നമുക്ക് അടുത്ത ആളെ പോയി അടിക്കാം. സാക്കുറയും അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സാക്കുറനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹയാട്ടോ പറയുകയാണ്, നീ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരിക്കലും നിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് നമ്മുടെ ഹയാട്ടോ മനസ്സിൽ വിചാരിക്കുന്നു. കാണിക്കുന്നത് കെല്ലി ഗ്യാങ്ങിന്റെ ലീഡറിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാഞ്ചി രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആണ്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ചാടിയിട്ട് നമ്മുടെ കാഞ്ചി അവനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവന്റെ കൈ ഉപയോഗിച്ചിട്ട് അത് തടുക്കുകയാണ്. രണ്ടുപേരും വളരെയധികം സ്പീഡിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. നീ എന്തിനാണ് എന്നെ പേടിച്ചോടുന്നത്? എന്തൊക്കെയാണെങ്കിലും നീ ഒരുപാടധികം പവർഫുൾ, അതുകൊണ്ട് തന്നെ നല്ല ഫൺ ഉണ്ട് ഫൈറ്റ് ചെയ്യാൻ. ഹീറോ ആവാൻ ശ്രമിക്കുന്നത് നിനക്ക് ചേർന്ന ബീസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ അടുത്ത് വന്ന് ചേര്. അതുകൊണ്ട് തന്നെ നീ കെല്ലി ഗ്യാങ്ങിൽ വന്ന് നിനക്ക് വേണ്ടി അത്ര ഫണ്ണ് ഞാൻ ഉണ്ടാക്കി. അത് മാത്രമല്ല, നിനക്ക് വേണ്ടി അത്ര ഹാപ്പിനെസ്സും ഞാൻ നിനക്ക് തരാം. നിനക്ക് വേണ്ടിയത് എന്തും. ഇത് കേട്ട് അവൻ പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാ, ഞാനൊരു ഹീറോ. എന്നെ കുറിച്ച് പറയുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ചുമ്മാ എടുത്തിട്ട് അടിക്കുമായിരുന്നു. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലായിരുന്നു. എനിക്ക് അടിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. നീ പറഞ്ഞതുപോലെ ഞാനൊരു ബീസ്റ്റ് ആയിരുന്നു പാസ്റ്റിൽ. പക്ഷേ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത സമയത്ത് എന്നെ ഒരാൾ കൺട്രോൾ ചെയ്തു. ആ ആളെക്കുറിച്ച് എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല. ഇത് കേട്ട് കെല്ലി ഗ്യാങ്ങിൻ്റെ ലീഡർ പറയുകയാണ്, ആരാണത്? നിന്റെ ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാ? നിനക്ക് അവനെ അടിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. നീയാണോ ഈ ടീം ക്രിയേറ്റ് ചെയ്തത്? എന്തുവാ നീ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ടീം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ഒരാൾ, അവനാണ് ശരിക്കുള്ള ഹീറോ. കുറിച്ച് പറയാൻ എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ പോലും വരുന്നില്ല.
ആ സമയത്ത് നിന്നെ നോക്കുന്ന സമയത്ത് നീ ഒരിക്കലും ഈ ടീമിന്റെ ടോപ്പിൽ നിൽക്കേണ്ട ഒരാളല്ല. ഒരു ലീഡർ ആവാൻ വേണ്ടിയുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. നീ എന്തിനാണ് ഹ്യൂമൻസിനെ പോലും സംസാരിക്കുന്നത്? നീ ഒരു ബീസ്റ്റ് ആണ്. ഒരു ബീസ്റ്റ് വേട്ടയാടുന്നതിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ വേണ്ടി നീ നേരത്തെ ഒരു പാസ്റ്റ് പറഞ്ഞില്ലേ, അതിനെക്കാട്ടിൽ വലിയൊരു പാസ്റ്റ് ഞാൻ നിനക്ക് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വളരെയധികം മാരകമായിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കാജാണെങ്കിൽ അവിടെ നിന്നൊക്കെ ചാടുകയാണ്. സോ ഒരു വലിയ ഹൈറ്റിൽ നിന്നാണ് നമ്മുടെ കാജ് ചാടുന്നെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഒരു വയറിൽ നിന്ന് പിടിച്ചു വരിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് കയറുകയാണ്. സോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സമയം തന്നെ നമ്മുടെ കെല്ലി ഗ്യാങ്ങിന്റെ ലീഡർ കാജിനെ അടിച്ച് തറയിലിടുകയാണ്. തറയിൽ വീണ കാജിക്ക് എഴുന്നേക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവട ചാവട എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഒരുപാടധികം ചോരയും വരുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മുടെ കാജാണെങ്കിൽ അവിടെ നിന്ന് എഴുതേക്കുന്നു. സമയം തന്നെ നമ്മുടെ കെല്ലി ഗ്യാങ്ങിന്റെ ലീഡർ അവിടെ നിന്ന് എഴുതേക്കുന്നുണ്ട്. നമ്മുടെ കെല്ലി ഗ്യാങ്ങിന്റെ ലീഡർ ചോദിക്കുകയാണ്, താര വീണ ബീസ്റ്റ് ഉണർന്നോ? ഇതേ സമയം തന്നെ നമ്മുടെ കാജിയുടെ ഫുൾ പവർ എടുത്തിട്ട് കെല്ലി ഗ്യാങ്ങിന്റെ ലീഡറിന്റെ മോൻ നോക്കിയിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുക. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയത്, നീ വീണ്ടും എന്നെ അടിക്കണം, നിന്റെ ആ പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ച് എന്റെ ദേഹത്ത് വീണ്ടും താടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈക്കോപാത്തിനെ പോലെ അവന്റെ നേരെ. സോ ഇതേ സമയം തന്നെ നമ്മുടെ കാജാണെങ്കിൽ അവനെ നല്ല രീതിയിൽ തന്നെ അടിച്ച് തറയിലിടുകയാണ്. സോ നമ്മുടെ കാഞ്ചി വീണ്ടും അടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അവനെ തന്നെ കൺട്രോൾ ചെയ്യുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ നിന്നെ അടിച്ചാൽ നിനക്ക് ജീവൻ കാണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്നെ അടിക്കുന്നില്ല. അങ്ങനെ തന്നെ നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് താരേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ വിൻ ബ്രേക്കേഴ്സ് മുഴുവനായിട്ട് തന്നെ കെല്ലി ഗാങ്സിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. സോ ഇത് കണ്ട നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിൻ ബ്രേക്കേഴ്സ് മുഴുവനായിട്ടും അവിടെ കിടന്നലക്കുകയാണ്. സോ ഇന്നേരമായിരുന്നു ബോധം വരുന്നത്. കണ്ണു തുറക്കുന്ന സമയത്ത് ഫൈറ്റ് എല്ലാം കഴിഞ്ഞു, നീ ഇപ്പോഴാണോ എഴുന്നേക്കുന്നത്? സോറി എന്ന് നമ്മുടെ അസായി പറയുന്നു. സോ ഇതേ സമയത്തായിരുന്നു അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരെ അവൻ കാണുന്നത്. അവൻ എഴുന്നേറ്റോ, ഇനി നീ കറക്റ്റ് ആയിട്ട് അസായിയോട് പോയി സംസാരിക്കുക എന്ന് നമ്മുടെ നഗട്ടോനോട് പറയുന്നു. നീ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഞാൻ നിന്നോട് പറഞ്ഞു നീ എന്നെ ഹെൽപ്പ് ചെയ്യണ്ടെന്ന്. ഇത് നിന്റെ ബിസിനസ് അല്ലെന്ന്. സൺ ഓഫ് ബിച്ച്, അവൻ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് നിന്നെ സഹായിച്ചു, ഇവനല്ലാതെ നിന്നെ വേറെ ആര് സഹായിക്കും എന്ന് നമ്മുടെ സാക്കുറ ദേഷ്യത്തോട് പറയാന്ന് പറഞ്ഞൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് മാത്രമല്ല അസായി പറഞ്ഞു അസായിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തത്. കൂട്ടുകാരൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വരെയാണ് പോയതെന്ന് നിനക്കറിയാവോ? നിനക്ക് ഹെൽപ്പ് വേണ്ടെങ്കിൽ അതിന്റെ റീസൺ എങ്കിലും നിന്റെ കൂട്ടുകാരനോട് നീ പറയണം. നീ ഫൈനലി മനസ്സിലാക്കി സാക്കുറ. ഹെൽപ്പ് വേണ്ടെങ്കിലും നിന്റെ കൂട്ടുകാരുണ്ടല്ലോ നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. കാര്യം തന്നെയായിരുന്നു നമ്മുടെ സാക്കുറ ആദ്യമായിട്ട് ടൗണിൽ വന്നപ്പോ അവനോട് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോടാ? നീ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഞാനൊരു വൃത്തികെട്ട പരിപാടിയാണ് അസായിനോട് കാണിച്ചതെന്ന്. എനിക്ക് അതൊന്നും ഇനി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ചെയ്യുന്നത് ഒട്ടും വെറുത്തും പറഞ്ഞാലും അവസാനം വരെ അസായി നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത്. എന്തിനു വേണ്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്? ഐ ആം സോറി വിൻ ബ്രേക്കർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2 അതിലെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കുറച്ച് ലേറ്റ് ആയി രണ്ടാമത്തെ എപ്പിസോഡ് എക്സ്പ്ലനേഷൻ ഇടാം, പക്ഷേ മൂന്നാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ഇടാൻ വേണ്ടി ഇത്ര ലേറ്റ് ആകത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വൈറ്റ് ബ്ലീച്ചിന്റെ വീഡിയോ വരുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അത് മാത്രമല്ല നിങ്ങൾ കുറേ നാളായിട്ട് എന്നോടൊരു സീരീസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. സോ ആ സീരീസിന്റെ വീഡിയോ വരുന്നത് സീരീസ് ആണെന്നൊരു സർപ്രൈസ് ആണ്. സോ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സീരീസ് ആണ്, മലയാളത്തിൽ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു സീരീസും കൂടെ. ഡീമൺ ഹണ്ടറിന്റെ സെക്കൻഡ് എപ്പിസോഡ് നാളെ വരും. അതും ഒരു ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആനിമിയാണ്, അതുകൊണ്ടാണ് എപ്പിസോഡ് വരാൻ വേണ്ടി ഇത്ര ലേറ്റ് ആകുന്നത്. അതായത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ആനിമിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.